കേരളം ജനവിധി എഴുതുന്നു. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. വോട്ടു രേഖപ്പെടുത്തി സ്ഥാനാർത്ഥികളും നേതാക്കളും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം വിധി എഴുതുന്നു. പല ബൂത്തുകളിലും രാവിലെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് സംസ്ഥാനത്ത് 19% കടന്നു. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. കൂടുതൽ വോട്ടർമാർ മലപ്പുറം മണ്ഡലത്തിലാണ്. ഇടുക്കിയിലാണ് കുറവ് രേഖപ്പെടുത്തിയത്. ഒരേ നമ്പറിൽ 2 തിരിച്ചറിയൽ കാർഡ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വോട്ട് ചെയ്യാനായില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എബ്രഹാമിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായില്ല. അദ്ദേഹത്തിന്റെ വോട്ടർ ID കാർഡിന്റെ അതേ നമ്പറിൽ മറ്റൊരു തിരിച്ചറിയൽ കാർഡ് കൂടിയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്യാബിനറ്റ് റാങ്കുള്ള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന് വോട്ട് ചെയ്യാൻ കഴിയാതിരുന്നത്. വോട്ട് ചെയ്ത് തങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിച്ച് മെത്രാൻമാർ. സമ്മതിദാനാവകാശം എല്ലാ പൗരന്മാരുടെയും മൗലികമായ അവകാശമാണെന്നും അത് കൃത്യമായി വിനിയോഗിക്കുക എന്നത് ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്തമാണെന്ന് എറണാകുളം സെന്റ് മേരീസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നത് രാഷ്ട്രീയ സാക്ഷരതയുടെ ഭാഗമാണെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അഭിപ്രായപ്പെട്ടു. കരിമ്പൻ മണിപ്പാറ സെന്റ് മേരീസ് UP സ്കൂളിൽ ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലും തന്റെ വോട്ട് രേഖപ്പെടുത്തി. രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശം. അൻവറിനെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ PV അൻവർ MLA-ക്കെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി മണ്ണാർക്കാട് കോടതി. ഹൈക്കോടതി അഭിഭാഷകൻ ബൈജു നോയൽ നൽകിയ സ്വകാര്യ ഹർജിയിലാണ് കോടതി നാട്ടക്കൽ പോലീസിന് നിർദ്ദേശം നൽകിയത്. പല പ്രമുഖരും BJP-യിൽ എത്തുമെന്ന് K സുരേന്ദ്രൻ. LDF കൺവീനർ EP ജയരാജനുമായുള്ള പ്രകാശ് ജാവ്ദേക്കറിന്റെ ചർച്ച സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ജൂൺ 4-ന് ശേഷം കൂടുതൽ നേതാക്കൾ BJP-യിൽ എത്തുമെന്നും പ്രതീക്ഷിക്കാത്ത പേരുകളും അതിൽ ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി.